നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് കാര്യത്തിലും നമ്മുടെ ചിന്തക്ക് അപ്പുറത്തുള്ള വാക്കുകളാണ് ഇമാമിയങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാഖിബ് പറയുക, നമ്മളുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ റൂട്ടേ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്തവരെ ഇവരെക്കാൾ നല്ലവരുമല്ല. പിന്നെ നമ്മൾ വേറെ എന്തിലേക്ക് പോകണം? ലോകത്തെ ഏറ്റവും വലിയ മുത്തഖീങ്ങളുടെ റൂട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ റൂട്ട് നബിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മളെ റൂട്ട് പറഞ്ഞു തരാം. അത് ഈമാൻ്റെ മഹ്റാണ്. അതിൻ്റെ തല സയ്യിദുനാ സിദ്ദീഖാണ്. താബിഈങ്ങളിൽ വന്നാൽ അത് ഉവൈസാണ് റളിയല്ലാഹു അൻഹു. ആശിഖീങ്ങളുടെ റൂട്ട് അങ്ങനെയാണ്. മുകളിലേക്ക് പോയാൽ സയ്യിദുനാ സിദ്ദീഖാണ്. സ്വഹാബികളിലേക്ക് പോയാൽ ഇബ്നു ഉമറാണ്. സിദ്ദീഖിൻ്റെ റൂട്ടാണ് ഈ റൂട്ട്. താബിഈങ്ങളിലാകട്ടെ പല നേതാക്കളുണ്ട്. പക്ഷെ നമ്മളെ റൂട്ട് ഉവൈസിൻ്റെ റൂട്ടാണ് റളിയല്ലാഹു അൻഹു. ഉവൈസ് ആശിഖാണ്. ആ റൂട്ടാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ റൂട്ട്. എവിടെ? റൂഹൻ. ഇതിൻ്റെ റൂഹിൽ അങ്ങനെയാണ്. സലാസുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, എനിക്ക് ദുനിയാവിൽ 3 കാര്യം ഇഷ്ടമാണ് എന്ന് മുസ്തഫ നബി പറഞ്ഞു. അതെന്താ നബി എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. 5 ആളുണ്ട് സദസ്സിൽ. ഒന്ന് മുസ്തഫ നബി, ഒന്ന് സയ്യിദുനാ സിദ്ദീഖ്, ഒന്ന് സയ്യിദുനാ ഫാറൂഖ്, ഒന്ന് സയ്യിദുനാ ഉസ്മാൻ, ഒന്ന് സയ്യിദുനാ അലി. 5 ആൾ ഇരിക്കുമ്പോൾ നബി പറഞ്ഞു എനിക്ക് ഈ ദുനിയാവിൽ 3 കാര്യം ഇഷ്ടം എന്ന് പറഞ്ഞു. എന്താ നബി എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അത്വീബ് എന്ന സുഗന്ധം പൂശ, വന്നിസാവ് എൻ്റെ ഭാര്യമാരെ ആസ്വദിക്കുക, അവരുമായി അനുഭവിക്കുക, അവരുമായി സല്ലപിക്കുക. പിന്നെ ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കടന്ന് കണ്ണ് കുളിർക്കുക. ഇതാണ് എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ തൊട്ട് മുന്നിൽ അലി ഉണ്ട്. അലി നിനക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വല്ലർബു ബിസ്സൈഫി എന്ന് പറഞ്ഞു. വലിയ സാഹിത്യകാരനാ, വാക്ക് ഒപ്പിച്ചേർത്താണ്. ഒന്ന് അസ്സൗമു ഫിസ്സൈഫി, വേനൽക്കാലത്തും നോമ്പ് വിൽക്കുക, സുന്നത്ത് നോമ്പിൽ വേനൽ കൂടുന്നതനുസരിച്ച് നോമ്പ് അങ്ങനെ കൂട്ടുക. വഇക്റാമുൽ ലൈഫി, അതിഥികളെ വിളിച്ച് ബഹുമാനിക്കുക. വല്ലർബു ഫിസ്സൈഫി വല്ലർബു ബിസ്സൈഫി, ശത്രുവിനെ കണ്ട വാളുകൊണ്ട് വെട്ടുക. ഇതാണ് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം. ആര് പറഞ്ഞു? സയ്യിദുനാ അലി. അപ്പോൾ അപ്പുറത്തുണ്ട് സയ്യിദുനാ ഉസ്മാൻ. ഒക്കെ എന്താന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു ഒന്ന് ഇഷ്ബാഉൽ ജാഇ, 2 ഇർവാഉൽ ലംആനി, 3 ഇക്സാഉൽ ആരി. എനിക്ക് 3 കാര്യം ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹിക്ക് 3 ഇഷ്ടം എന്തൊക്കെ? ഒന്ന് സുഗന്ധം, പിന്നെ ഭാര്യമാര്, ഒന്ന് സുജൂദ് കിടക്കുക. അലി പറഞ്ഞു എനിക്ക് വേനൽക്കാലത്ത് നോമ്പ് വിൽക്കുക, അതിഥികളെ സൽക്കരിക്കുക, വാളുകൊണ്ട് വിട്ടുക. അപ്പോൾ പറഞ്ഞു നിനക്ക് ഉസ്മാനെ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഇഷ്ബാഉൽ ജാഇ, വിശന്നവനെ ഊട്ടുക. ഇർവാഉൽ ലംആനി, ദാഹിച്ചവനെ വെള്ളം കൊടുക്കുക. ഇക്സാഉൽ ആരി, വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങി കൊടുക്കുക. ഇതാണ് എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം. ആര് പറഞ്ഞു? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നിനക്കും ഉമറേന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം 3 കാര്യം. ഒന്ന് അൽ അംറു ബിൽ മഅറൂഫി, 2 അൻ നഹ്യു അനിൽ മുൻകരി, 3 അൽ ഖിയാമു ബി അംരില്ലാ. ഒന്ന് അൽ അംറു ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക. വൻ നഹ്യു അനിൽ മുൻകരി, ചീത്ത വിരോധിക്കുക. പിന്നെ അൽ ഖിയാമു ബി അംരില്ലാ, അള്ളാഹ് പറഞ്ഞോടത്ത് നിലകൊള്ളുക. അതാണ് എനിക്ക് ഇഷ്ടമാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പം 3 ആൾ മനസ്സിലായല്ലോ. അപ്പം മുന്നേ അപ്പുറത്ത് സിദ്ദീഖ് ഉണ്ട്. നിനക്കോ അബൂബക്കർ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം അന്നളുറി ഇലാ വജ്ഹിക, നിങ്ങളെ മുഖത്തേക്ക് നോക്കന്നെ. വജംഉ ഇൻഫാഖ് അലൈക്ക്, നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മുതലുണ്ടാക്കുക. വത്തവസ്സുൽ ബി ഖറാബത്തിക്ക്, നിങ്ങളെ കുടുംബത്തിനെ ഉപകാരം ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ സാമീപ്യം നേടുക. എനിക്ക് 3 ഇഷ്ടം. അതാണ് സിദ്ദീഖ്. അതാണ് നമ്മളെ റൂട്ട്. അന്നെ നമ്മളെ റൂട്ട്. ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉംരി ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു ഞാൻ മോശപ്പെട്ടവനാണ് ഇപ്പോൾ അധികാരം ഏറ്റെടുത്തത്. ഇവിടുന്ന് പോയത് സിദ്ദീഖാണ്, അവിടേക്ക് ഞാൻ എത്തൂല. ലലൈലത്തു അബീ ബക്കറിൻ ഖൈറും മിൻ ഉംരി ഉമർ, ഉമറിൻ്റെ ആയുസ്സിനേക്കാൾ നല്ലത് അബൂബക്കറിൻ്റെ ഒരു രാത്രിയാണ്. അപ്പോൾ ചോദിച്ച് സഹാബികൾ ഏതാണ് ആ രാത്രി? അപ്പോൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട രാത്രിയാണത്. അബൂബക്കർ നബി ഒട്ടകപ്പുറത്തേറി. നബി സിദ്ദീഖ് അബൂബക്കർ എന്ത് ചെയ്യും? മുന്നിലേക്ക് ഒട്ടകം ഓടിച്ചു പോകും. എന്നിട്ട് പരിസരാകെ വീക്ഷിക്കും. എന്നിട്ട് അതേ ഒട്ടകത്തെ തിരിച്ചുകൊണ്ടിരും. നേരെ ബാക്കിലേക്ക് ഒട്ടകത്തെ ഓടിക്കും. എന്നിട്ട്
പരിസരം മൊത്തം വീക്ഷിക്കും. പിന്നെ വലഭാഗത്തേക്ക് നേരെ ഒട്ടകം ഓടിക്കും, പരിസരം വീക്ഷിക്കും. ഇടഭാഗത്തേക്ക് നേരെ കയറും, വീണ്ടും നബിയുടെ കൂടെ ചെല്ലും, പിന്നെ മുന്നിലേക്ക് പോകും. ആരെ സംരക്ഷിക്കാണ്? അതായത് ഏതെങ്കിലും ശത്രു കാത്തിരിക്കുന്നുണ്ടോ എന്ന് അവിടെ നോക്കുക, ശത്രു പിന്തുടരുന്നുണ്ടോ നോക്കുക, ഇടത്തോ വലത്തോ ശത്രു ഉണ്ടോ എന്ന് വീക്ഷിക്കുക. അങ്ങനെയാണ് സൗർ ഗുഹയിലെത്തിയപ്പോൾ, സൗർ ഗുഹയിലെ വാതിൽക്കൽ ആദ്യം എത്തിയത് നബിയാണ്. അപ്പോഴത്തേനും വന്നിട്ട് മുന്നിലേക്ക് വീണു ആര്? സിദ്ദീഖ്. ലാ തൻസിൽ ഹത്താ അദ്ഖുൽ, ഞാൻ കയറാൻ നിങ്ങൾ കയറാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ കയറാതെ നിങ്ങൾ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞു. നേരെ ഉള്ളിലേക്ക് കയറി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്കാണ് കയറിയിട്ട് ആകെ പരിശോധിച്ച് എല്ലാം പരിശോധിച്ച് ക്ലിയറാക്കി കയറാമെന്ന് സമ്മതം കൊടുത്തിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടാണ് ആര് കയറുന്നത്. കാരണം എന്തെങ്കിലും അതിൽ ഗുഹയിലുണ്ടെങ്കിൽ ആർക്കാണ് പറ്റേണ്ടത്? ഹബീബായ നബിക്കല്ല, ആർക്കാണ്? എനിക്കാണ് പറ്റേണ്ടത്. അതുകൊണ്ടാണ് കമീസ് കീറിയിട്ട് എല്ലാ വായും അടച്ച് അവിടെയാണ് ഒരു ദ്വാരം ബാക്കിയായത്. ആ ബാക്കിയിൽ എന്ത് വെച്ച്? കാല് വെച്ച്. അതിൽ മൂർഖമ്പാമ്പ് കൊത്തി. വേദന സഹിക്കാതെ കണ്ണുനീര് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടമ കിടന്നുറങ്ങാണ്. അതാ പറഞ്ഞത്, ആ ഒരു രാത്രി ലലൈലത്തു അബീബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമർ, ഉമറിന്റെ ആയുസ് മൊത്തം നോക്കിയാൽ അതിനേക്കാൾ നല്ലത് അബൂബക്കറിന്റെ രാത്രിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് സിദ്ദീഖിന്റെ നന്മ എനിക്കുണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. നല്ല മനുഷ്യൻ ഇവിടുന്ന് പോയ ആളാണ്, ഞാനല്ല. ആര് പറയാ? യാ സുബ്ഹാന ജല്ല വഅല, അത് നമ്മളെ റൂട്ട്. അപ്പം ആ റൂട്ടാണ് മുഅ്മിനീങ്ങളുടെ റൂട്ട്. ദോഷിയായ മനുഷ്യന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാലോ എന്ന് ചോദിച്ചു ഇമാം സുയൂത്തി തങ്ങളോട് ചോദിച്ചു. അതാണ് നമ്മളെ റൂട്ട്. അപ്പോൾ പറഞ്ഞ യതഖബ്ബലുല്ലാഹു മിൻഹു, അള്ളാഹു സ്വീകരിക്കുന്നു. വഇൻ കാന താരിക സ്വലാ എന്ന് ചോദിച്ചു. അയാൾ നിസ്കാരം ഒഴിവാക്കുന്ന ആളാണെന്ന് ചോദിച്ചു. വഇൻ കാന താരിക സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളാണെങ്കിലും അള്ളാഹു സ്വീകരിക്കുന്നു. എന്ത്? മദ്ഹു റസൂലില്ല. അതാണ് ജലാലയിൽ എഴുതിയ ഇമാം സുയൂത്തി. ആ ജലാലയിലാണ് തഫ്സീറിൽ നമുക്ക് ഒന്നാമത്തെ കിതാബ്. നമ്മളെ പള്ളി ദർസുകളിലൊക്കെ തഫ്സീർ പഠിക്കുന്ന കിതാബാണ് എന്ത്? ഇത് എഴുതിയത് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയാണ് റളിയല്ലാഹു അൻഹു. ആ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ റൂട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്താണ് ആ റൂട്ട്? എന്താണ് ആ റൂട്ട്? നിങ്ങൾ ചിന്തിക്കി. ദോഷിയാണ് നിന്ന് അള്ളാഹു മദ്ഹ് സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദോഷിയെന്ന് സ്വീകരിക്കുന്നു. വഇൻ കാന താരിക സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളാണെങ്കിലും ചോദിച്ചു, എങ്കിലും സ്വീകരിക്കുന്നു. ലഅല്ലഹു യഗ്ഫിറല്ലാഹു ലഹു ബിബറകത്തി മദ്ഹിൽ മുസ്തഫ, ചിലപ്പോൾ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവന് പുറത്തുവെക്കാൻ സാധ്യതയുണ്ട്. ആ റൂട്ടാണ് നമ്മുടെ റൂട്ട്. ആ റൂട്ടിലേക്ക് ആഗ്രഹമുള്ളവരാണ് നമ്മളെ ക്ലാസ്സിൽ വരേണ്ടത്. മറ്റൊക്കെ നമുക്കൊരു കളി മാത്രമാണ്, ഒരു ഇടപെടലാണ്. നമ്മുടെ റൂട്ടാണ് നമ്മൾ ശരിയാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ മഗ്ഫിറത്തിന്റെ ഏറ്റവും വലിയ സബബ് എന്നാൽ ഹബീബായ നബിയാണ്. അതാ നമ്മളെ റൂട്ടും. ആ റൂട്ടിൽ പോയവന്റെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നൃത്തം ജായിസാകുമോ? നൃത്തം ഡാൻസ്. അപ്പോൾ പറഞ്ഞു, ജായിസാകാൻ ഒരു വഴിയുണ്ട്. അവൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിൽ പരിചിട്ടോയി നോന് നൃത്തം ചെയ്യാം. ഇത് ഫതാവൽ ഹദീസയിൽ ഉണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫതാവൽ ഹദീസിയയിൽ ഉണ്ട്. റഖ്സിനെ പറ്റി, റഖ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസ്, ഡാൻസിനെ പറ്റി ചോദിക്കപ്പെട്ടു. ആരോട്? ഇബ്നു ഹജർ തങ്ങളോട്. ആരാ ഇബ്നു ഹജർ? തുഹഫ എഴുതിയ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ലോക പ്രശസ്തമായ ഫിഖ്ഹിന്റെ കിതാബാണ് തുഹഫത്തുൽ മുഹ്താജ്, 10 വള്ളിയം. ലോകത്ത് ഏത് കാലഘട്ടത്തിലും തുഹഫക്ക് ശേഷം ഫിഖ്ഹിന്റെ പ്രധാനപ്പെട്ട അവലംബമാണ് തുഹഫ. ആ തുഹഫ എഴുതിയ ഇബ്നു ഹജർ തങ്ങൾക്ക് ഒരു കിതാബുണ്ട്, അവരുടെ ഒരു ചർച്ചയും മറുപടിയും. അതാണ് ഫതാവൽ ഹദീസിയ. ആ ഫതാവൽ ഹദീസിയയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, റഖ്സ് പറ്റുമോ? റഖ്സ് എന്നാൽ ഡാൻസ്, നൃത്തം. അപ്പോൾ അതിന് മറുപടി, മദ്ഹിൽ പരിധി വിട്ടവന് റഖ്സാകാം. നിങ്ങൾ നാളെ മുതൽ ഡാൻസ് ചെയ്യണം എന്നല്ല ഇതിൻ്റെ അർത്ഥം, ചെയ്യരുതെന്നും അല്ല ഇതിൻ്റെ അർത്ഥം. പരിധി കഴിഞ്ഞാൽ മനുഷ്യനായിരുന്നു എന്തില്ല, മനുഷ്യൻ്റെ പരിധിനൊടും. തെക്കിലിപ്പ് ഉണ്ടാവില്ല, മനുഷ്യൻ ബോധം ഉണ്ടാവില്ല, ലയിച്ചു. അപ്പോൾ ചോദിച്ച് അങ്ങനെ പറയാൻ തെളിവുണ്ടോ ബഹുമാനപ്പെട്ടവരെ? പറഞ്ഞപ്പോ തെളിവുണ്ട്. മദ്ഹ് കൊണ്ട് മദ്ഹിൽ ആകൃഷ്ടനായി ഡാൻസ് ചെയ്യാം എന്നതിന് തെളിവുണ്ടോ?
ഇബ്നു ഹജർ പറഞ്ഞു തെളിവുണ്ട്. ഇതിവിടെ വഹാബിക്ക് തെളിവായിക്കൊള്ളുന്നില്ല. വഹാബിക്ക് ഇതൊന്നും തെളിവല്ലല്ലോ. നമ്മളെ റൂട്ട് ഇബ്നു ഹജറിന്റെ റൂട്ടാണ്. ഇബ്നു ഹജറിന്റെ ശിഷ്യനാണ് ആര്? മഖ്ദൂം. അവരാണ് ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത്. അതാണല്ലേ നമ്മളെ റൂട്ട്. ഇബ്നു ഹജറിന്റെ ശിഷ്യനാണ് ആര്? ഫത്ഹുൽ മുഈൻ എഴുതിയ കുഞ്ഞിപ്പള്ളിക്ക് കിടക്കണ ആര്? മഖ്ദൂം രണ്ടാമൻ. അവരാണ് എന്തെഴുതിയത്? ഫത്ഹുൽ മുഈൻ എഴുതിയത്. അതാണല്ലേ നമ്മളെ മാനിഫെസ്റ്റോ. നമ്മളെ ഫിഖ്ഹിന്റെ മാനിഫെസ്റ്റോ എന്താണ്? ഫത്ഹുൽ മുഈൻ അല്ലേ? അവരുടെ ഉസ്താദാണ് ആര്? ആ ഇബ്നു ഹജർ തങ്ങൾ ഫതാവൽ ഹദീഥിൽ പറയുന്നു. റഖസിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു റഖസ് പറ്റും. റസൂലുള്ളാഹിയുടെ മദ്ഹിൽ ഒരാൾ പരിധി വിട്ടാൽ അവൻ എന്ത് ചെയ്യാം? റഖസ് ചെയ്യാം, നൃത്തം ചെയ്യാം. സൂഫിയാക്കളുടെ നൃത്തത്തെ പറ്റിയുള്ള ചർച്ച പറഞ്ഞു കൊടുത്താണ് ഈ വിഷയമുള്ളത്. സൂഫികൾക്ക് പരിധി വിട്ടാൽ എന്ത് ചെയ്യും? അവർ നൃത്തം ചെയ്യും. ഇത് യഹ്യായിലുണ്ട്. നൃത്തം ചെയ്യും സൂഫികളെ നൃത്തം. അതായത് എന്ത് ചെയ്യാണ്? അതിപ്പോൾ ഉദാഹരണം പറയാം. നമ്മൾ ഈ ദിക്റിൽ പരിധി വിട്ടലിൻ്റെ ചില ആളുകൾ എന്ത് ചെയ്യും? ആട്ടം. നഫ്സ് അറിഞ്ഞോളെന്ന് പോലുമില്ല. ആ ഒരവസ്ഥ, അതിനേക്കാൾ ഉന്നതമായ അവസ്ഥയാണ് റഖ്സ്. അപ്പോൾ ഇബ്നു ഹജറിനോട് ചോദിക്കപ്പെട്ടു അതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്താ തെളിവെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അശ്ബഹത ബിഖിൽഖി വഖുലുഖി എന്നൊരിക്കൽ ജാഫറിനോട് മുത്തുനബി പറഞ്ഞു, എടാ പൊന്നുമോനെ, നിന്റെ ശരീരം എന്നെപ്പോൾ തന്നെ, നിന്റെ സ്വഭാവം എന്നെപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഫറഖസ ബൈന യദൈ റസൂലില്ലാഹി വലം യസ്ജുറുഹു. അപ്പോൾ ഈ വാക്കങ്ങോട്ട് കേട്ടിട്ട് ജാഫർ എണീറ്റ് നൃത്തം ചവിട്ടി. നബി വിരോധിച്ചില്ല. ആനന്ദത്തിൻ്റെ പരിധി വിട്ട്. ആരോട് ആര് പറഞ്ഞു? റസൂലുള്ള എടുത്ത് വളർത്തിയ പൊന്നുമോനായ കുട്ടിയാണ് ആര്? ജാഫർ ഇബ്നു അബീ ത്വാലിബ്. ജാഫറിൻ്റെ ഉമ്മാക്ക് എൻ്റെ വീട്ടിൽ ആകെയുള്ള ഒരു പുതപ്പ് നബിക്ക കൊടുക്കുക. റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉമ്മാക്ക്. അതിൽ ജാഫറിനെ നബിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ പിന്നെ സഫിയ ബീവിയെ ഖൈബർ യുദ്ധം ജയിച്ച് വന്നപ്പോൾ പിന്നെ റസൂലുള്ളാഹിൻ്റെ സന്തോഷം കഴിഞ്ഞപ്പോൾ ആയിഷ ബീബി പറഞ്ഞുപോയി, എൻ്റെ ഇപ്പം നബിക്ക് ഇത്ര വലിയ തഹല്ലല ഫി വജ്ഹിഹി, നബിയുടെ മുഖത്ത് ചന്ദ്രക്കല ഉദിച്ചതുപോലെ ഉണ്ട് ഖൈബറിൽ നിന്ന് വരുമ്പോൾ. ബി ഖുദൂമി ജാഫറ അംബി ഫതഹി ഖൈബറ, ഖൈബർ വിജയിച്ചത് കൊണ്ടോ അതോ ജാഫർ തിരിച്ചു വന്നതുകൊണ്ടോ? ജാഫറിനെ അബസീനിയയിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഒന്നാം അബസീനിയയിലേക്കുള്ള ഹിജ്റ സംഘത്തിന്റെ നേതാവാണ് ആര്? ജാഫർ. ജാഫർ തിരിച്ചു വന്നത് കൊണ്ടോ അതോ ഖൈബറിൽ വിജയിച്ചത് കൊണ്ടോ എന്ന് അറിയില്ല. നബിയുടെ മുഖത്ത് ചന്ദ്രക്കല ഉദിച്ചതുപോലെ ഉണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതാണ് ജാഫർ. ആ ജാഫറാണ് മുഅ്തദിൽ മരിച്ചിട്ടുള്ളത്. ആ ജാഫറിനെയാണ് എന്ത് ചെയ്തത്? ശത്രുക്കൾ രണ്ട് കൈയും ഛേദിച്ചിട്ട് ഇസ്ലാമിൻ്റെ പതാക ചുണ്ടിൽ പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ട് പോയി. ആര്? ജാഫർ റളിയല്ലാഹു അൻഹു. മുഅ്തദിലാണ് അവരുടെ ഖബർ. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. ജോർദാനിലാണ് ഞാനത് പോയി കണ്ടിട്ടുണ്ട്. ഭയങ്കര വല്ലാത്തൊരു സ്ഥലമാണത്. അതൊന്നും പോരാൻ തോന്നുന്നില്ല. വല്ലാത്തൊരു സ്ഥലമാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ ഖബറിൻ്റെ ഭയങ്കര. ഈ ജാഫർ എന്ത് ചെയ്ത്? അശ്ബഹത ബിഖിൽഖി വഖുലുഖി, നീ എൻ്റെ ശരീരഘടനയോടും എൻ്റെ സ്വഭാവത്തോടും സാദൃശ്യമുള്ള ആളാണെന്ന് പറഞ്ഞു. ആര്? ഹബീബായ റസൂലുള്ളാഹ്. ഫറഖസ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ഫറഹൻ ബസൂറാ, ആനന്ദ സന്തോഷം കൊണ്ട് നബിയുടെ മുന്നിൽ നൃത്തം ചവിട്ടി. ആര്? ജാഫർ. ലം യസ്ദുറുഹു വലം യൻഹഹു, നബി വിരോധിച്ചതുമില്ല തടഞ്ഞതുമില്ല എന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് അതിപ്പോൾ എന്താണ്? ഒരു പരിധി വിടലാണ്. ഞാനിത് പറയാൻ കാരണങ്ങൾ നാളെ വന്ന് നൃത്തം ചവിട്ടാതിരിക്കാനോ ഒന്നുമല്ല എൻ്റെ വിഷയം. അതായത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും പരിധിയിലേക്ക് പോകുകയാണ് ഫുഖഹാഉം മുഹദ്ദിഥീങ്ങളും ചെയ്തിട്ടുള്ളത്. പരമാവധി പോവുക, പരമാവധി പോകും. എന്തുകൊണ്ട്? ഹബീബായ നബിയുടെ സ്ഥാനം അത്ര വലുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയ സ്ഥാനമില്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം ഹബീബായ നബിയെ മദ്ഹ് ചെയ്യുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് കൊണ്ട് രക്ഷപ്പെടും കേട്ടോ. നിങ്ങളൊരു പേടിക്കണ്ട. രക്ഷപ്പെട്ടിരിക്കും. മദ്ഹ് കൊണ്ട്. മദ്ഹ് മഖ്ബൂലാണ്. മദ്ഹ് മർദൂദാവൂല. മദ്ഹ് എന്താണ് ചെയ്തോളി.
അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെയാണ് സിദ്ദീഖിന്റെ റൂട്ടും. ഈ ലോകത്തെ എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ഈമാനു അബീബക്കരി, ഇമാം അബൂബക്കറിന് ഈമാൻ കനമുള്ള ഈമാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിലാണെങ്കിൽ ഇപ്പം എന്താ ഒന്നും പറയണില്ല. എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്ത് നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, നിങ്ങൾക്ക് തരാൻ വേണ്ടി പൈസ ഉണ്ടാക്കുക, നിങ്ങളെ കുടുംബത്തിന് ഉപകാരം ചെയ്തിട്ട് നിങ്ങളെ സന്തോഷം നേടുക. അതുകൊണ്ടാണ് എൻ്റെ ബാപ്പ നരകത്ത് കിടന്നാൽ എനിക്ക് പ്രശ്നമല്ല, അബ്ബാസ് നരകത്ത് കിടന്നാൽ പ്രശ്നമെന്ന് പറഞ്ഞത്. കാരണം റസൂലുള്ളാഹിക്ക് വിഷമാവുമല്ലോ, അതുകൊണ്ട് പറ്റൂല. എൻ്റെ ബാപ്പ അബൂ ഖുഹാഫ പിന്നെ മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, അബ്ബാസ് മുസ്ലിമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നറിയോ, അബൂ ഖുഹാഫ മുസ്ലിമായാലും എനിക്കൊരു വിഷയം തന്നെയല്ല, മുസ്ലിമായിട്ടില്ലെങ്കിൽ അബൂ ഖുഹാഫ നരകത്ത് കിടക്കലായി എനിക്ക് വിഷയമല്ല. എനിക്ക് എന്താണ് വിഷയം? അബ്ബാസ് വിഷയമാണ്. നബിയുടെ എൻ്റെ ബാപ്പ എനിക്ക് വിഷയമല്ല, നബിയുടെ അളാപ്പ വിഷയമാണ്. അപ്പം നിങ്ങൾ ആ കാര്യം എന്നാലോചിക്ക്. എൻ്റെ ബാപ്പയല്ല എനിക്ക് വിഷയം, എനിക്ക് വിഷയം എന്താണ്? അളാപ്പയാണ്. അത് റസൂലുള്ളാഹിയുമായുള്ള മഹബത്താണ്, വ്യക്തിയുടെ മഹബത്താണ്. അവിടേക്കാണ് എത്തണം. അവിടേക്ക് എത്താതെ ഒരിക്കലും ഈമാന് രസം കിട്ടൂല. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഈമാൻ മധുരമാവുന്ന ഒരവസ്ഥ ഉണ്ട്. മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ലോകത്ത് എന്തിനേക്കാളും അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടതാകുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ഇഖ്വാന് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. എൻ്റെ ഇഖ്വാന് പുറത്തു കൊടുക്കണമേ റബ്ബേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. അപ്പോൾ പറഞ്ഞു, നബി ആരാ ഇപ്പം ഞങ്ങളല്ലാത്തൊരു ഇഖ്വാന്? അപ്പോൾ പറഞ്ഞു, നിങ്ങളിൻ്റെ ഇഖ്വാനല്ല, നിങ്ങളിൻ്റെ അസ്വഹാബാണ്. പറഞ്ഞു, ഇഖ്വാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലൈത കുല്ലു യതമന്ന കുല്ലു അഹദിൻ മിൻഹും മിൻ ബഅദി. എനിക്ക് ശേഷം വരുന്ന ചില മുസ്ലിമീങ്ങൾ അവർ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും, ലൗ യറാനി ബി അഹ്ലിഹി വമാലിഹി. കയ്യിലുള്ള മുതലൊക്കെ പോയിട്ടും സന്ധിലുള്ള മക്കളൊക്കെ പോയാലും വേണ്ടില്ല, അതിന് പകരം നബി ഒരു സെക്കൻഡ് കണ്ടാൽ മതിയായിരുന്നു. അവനാണ് എൻ്റെ ഇഖ്വാന്. ഒരിഷ്കാണ്. അതായത് നിങ്ങളിപ്പോൾ എന്നെ കണ്ടല്ലോ, നിങ്ങളിപ്പോൾ എൻ്റെ ആരായി? നിങ്ങൾക്ക് ശേഷം ഒരു ജനത കൊതിക്കും, എന്ത്? ഞങ്ങൾ നബിയെ കണ്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഈ മുതലും കുട്ടികളൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, ഇതൊക്കെ പടച്ചോനെ തിരിച്ചെടുത്തോ, ഞങ്ങളെ നബിയെ ഒരു സെക്കൻഡ് ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു ജനത എനിക്ക് ശേഷം വരും. ഇവനാണ് ഇഖ്വാൻ. ഈ ഹദീസ് നൂറുകണക്കിന് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നൂറുകണക്കിന് സ്ഥലത്ത് ഈ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് കരച്ചിൽ, അതാണ് കരയൽ. അതുകൊണ്ടാണ് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജത ദംഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി. നബിയെ ഓർക്കുമ്പോഴത്തിന് കരയാണ് ബൂസൂരി ഇമാം. നബിയെ ഓർക്കുമ്പോഴത്തിന് കരയാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. കാണാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. നാടന്മാർ, നമുക്കിതൊന്നും വേണ്ടില്ലായിരുന്നു പഠിച്ചാനെ, നമുക്ക് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊന്നും എനിക്ക് വേണ്ടില്ലായിരുന്നു, റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടാൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് എൻ്റെ ഇഖ്വാൻ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കും. അവർ വലിയ കനാസിയൻ ദോഷിയാണെങ്കിലും വേണ്ടിലാണ് അള്ളാഹു പുറത്തു കൊടുക്കും. കാരണം ലോകത്തെ മർമ്മം റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇഷ്കു മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവനും അതിന്മേലാണ്. ഉസൈദിന്റെ വീട്ടിൽ കയറി സംസാരിച്ചു ഇമ്രാന്, രണ്ടാളും സഹാബിയ. പിന്നെ ഇമ്രാൻ ഇറങ്ങി സ്വന്തം വീട്ടിൽ പോവുക. വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ കണ്ട് ഇറങ്ങി. അപ്പം നോക്കുമ്പോൾ ആദ്യം നിലാവെളിച്ചുണ്ടായിരുന്നു, പിന്നെ നിലാവെളിച്ചോ അസ്തമിച്ചു. അപ്പോൾ കൈ ഉയർത്തി കാട്ടി ആര്? ഇമ്രാന്. കൈയാണ് പ്രകാശിച്ചു. ഈ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നവർ എന്നതിൻ്റെ ബേസാണത്. ഇനി അതിനൊരു ബേസ് ഉണ്ട്. വലത്തെ കൈയാണ് പൊന്തിച്ച് പിടിച്ചപ്പോൾ വലത്തെ കൈ പ്രകാശിച്ചു. ആരുടെ? ഇമ്രാന്റെ. ഇനി ഇമ്രാന്റെ വലത്തെ കൈന്റെ പ്രത്യേകത ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ മസസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ എൻ്റെ വലത്തെ കൈ വെച്ച് ബൈഅത്ത് ചെയ്തതിന് ശേഷം എൻ്റെ വലത്തെ കൈ കൊണ്ട് എൻ്റെ ലിംഗത്തിൽ സ്പർശിച്ചിട്ടില്ല.
ഇക്റാമൻ വ ഇജ്ലാലൻ വ തഅളീമൻ ബിയദി റസൂലില്ലാഹി. ഇതാണ് ഇഷ്ക്. പിന്നെ ആ കൈ പ്രകാശിക്കാതിരിക്കും. ഹിതാബ പറഞ്ഞ് കേറിയ എന്താണാ പറഞ്ഞത്? എൻ്റെ കൈ ഞാൻ ഒരിക്കൽ എവിടെ വെച്ചിട്ടുണ്ട്? റസൂലുള്ളാഹിന്റെ കയ്യിൽ ഞാൻ ഒരിക്കൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തേന്ന് അറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അലയ്യ ബിസ്സമഇ വത്വാഅ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചു, ഇനി ഞാൻ വഴിപ്പെട്ട് ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു 10-20 സെക്കൻഡാണ് ഇപ്പം എന്ത് കൈ ഇവിടെ വെച്ചത്. പിന്നെ മാ മസസ്തു ബിയമീനി ദക്കരി, എൻ്റെ ലിംഗത്തെ എൻ്റെ ഭാഗത്തേക്ക് എൻ്റെ വലത്തെ കൈ ഞാൻ കൊണ്ടുപോയിട്ടല്ല. ആ കൈയാണ് ഹുസൈദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ എന്തായി? മേഘം മൂടി, രാത്രിയാണ് കനത്തു, കൈയാണ് പൊണ്ടിച്ചു. അപ്പോൾ വെളിച്ചാണ് വന്നു. എവിടുന്ന്? കൈവരൽ നിന്ന് വെളിച്ചം വന്നു. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്താണ് അതിന് നമ്മുടെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ഇത് മഹബ്ബത്തൻ വഹുബ്ബൻ വശൗഖൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബായ റസൂലുള്ളാഹിയുടെ ഷൗഖാണ്, ഹുബ്ബാണ്. അതാണ് വലൗ കാന ആസിയാ, വലൗ കാന ആസിയാ. അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്ന ദോഷിയാലും പ്രശ്നമില്ല. എനിക്കറിയണം മുഴുവനും കൂടി ഞാൻ ഈ വിഷയത്തെ നിങ്ങളോട് പറയില്ല, പക്ഷെ വസ്തു സത്യമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചോളൂ, പരാജയപ്പെട്ട പ്രശ്നം ഉണ്ടാവില്ല. വേറെ എന്തിനെ സ്നേഹിച്ചാലും വിജയിക്കുന്ന ഉറപ്പില്ല. വേറെ എന്തിനെ സ്നേഹിച്ചാലും വിജയിക്കുന്ന ഉറപ്പില്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ വിജയിക്കുന്ന ഉറപ്പുണ്ട്, ഉറപ്പായിട്ട് വിജയിക്കും. പക്ഷെ അതങ്ങ് കയറണം. അത് കയറുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ ഇഷ്ക് അങ്ങോട്ട് കയറുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. ഖയ്യാത്ത് നബിയെ സൽക്കരിച്ചു. അനസ് പറയാ, ഖയ്യാത്ത് നബിയെ സൽക്കരിച്ചു. ഖയ്യാത്ത് ഒരു തുന്നക്കാരൻ, മദീനയിലെ തുന്നക്കാരൻ നബിയെ സൽക്കരിച്ചു. ഖയ്യാത്തിന്റെ വീട്ടിൽ ചെരങ്ങാക്കറിയും റൊട്ടിയുണ്ട്. അത് കണ്ടപ്പോൾ ഭക്ഷണമില്ലായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുതൽ ഞാൻ ചെരങ്ങ ഒഴിവാക്കിയിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി പറഞ്ഞിട്ടുണ്ട് എനിക്കിത് വലിയ ഇഷ്ടമാണ്. എന്ത്? ചെരങ്ങക്കറി. പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ചെരങ്ങക്കറി ഒഴിവാക്കിയ ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല അനസ് റളിയല്ലാഹു അൻഹു. അത് ഹുബ്ബാണ്. എന്ത്? നബി ഇഷ്ടപ്പെട്ടതിനെ. ചെരങ്ങ നബിക്ക് ഇഷ്ടമാണ്, അത് സഹാബികൾക്ക് ഇഷ്ടമാണ്. അപ്പം അതിലൊന്നും മർമ്മം നമ്മൾ അറിയേണ്ടതില്ല. ഇവിടെ അവരിഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടു, അതിനപ്പുറം അവരറിയേണ്ട ആവശ്യം അവർക്കില്ല. ഹുബ്ബൻ വശൗഖൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു മുസ്തഫായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ നമ്മൾ ഈ ചെരങ്ങ തന്നെ, നമ്മളെ ഈ ചെരങ്ങ തന്നെ. പച്ചക്കറി കടയിൽ കയറുകയാണെങ്കിൽ ചെരങ്ങ ഉണ്ടെങ്കിൽ വാങ്ങിപ്പോരണം. ഞാൻ അള്ളാഹിന് സഹായത്തിന് സൂക്ഷിക്കാറുണ്ട്. നിങ്ങളോട് ഞാൻ പറയാം, ഒരു ചെരങ്ങെങ്കിലും വാങ്ങുക. എന്തുകൊണ്ട്? നമുക്കതിന് അത്യാവശ്യം ഇല്ലെങ്കിലും വാങ്ങുന്നെ. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് അതിനെ ഇഷ്ടമാണ്, അള്ളാഹിൻ്റെ ഹബീബിനെ ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാല് തന്നാൽ മുടക്കരുത്, റസൂലുള്ളാഹിക്ക് പാലിനെ ഇഷ്ടമാണ്. കാരക്ക തന്നാൽ ഒന്നെങ്കിൽ എടുക്കണം, കാരണം റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമാണ്. ത്വീബിനെ മടക്കരുത്, റസൂലുള്ളാഹിക്ക് ത്വീബ് ഭയങ്കര ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ ഇവിടെ ഒന്നും നമ്മൾ അതിനല്ല കാണുന്നത്. ആരെയാണ്? ഹബീബ റസൂലുള്ളാഹി. എന്താ ബൂസൂരി ഇമാം പറഞ്ഞത്? നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് നിസ്കരിച്ച ആ കാലിനോട് ഞാൻ അക്രമം ചെയ്തില്ലേ? എപ്പോൾ പറഞ്ഞു? തഹജ്ജുദ് നഷ്ടപ്പെട്ടപ്പോൾ. അപ്പൊ ഈ മനുഷ്യൻ എന്തിനല്ല കണ്ട്? തഹജ്ജുദിനല്ല, പിന്നെ എന്തിനാ കണ്ട്? റസൂലുള്ളാഹിയുടെ കാലിനെ. ظلمت سنة من أحيا الظلام إلى أن اشتكت قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حبا وشوقا لرسول الله صلى الله عليه وسلم. അപ്പോൾ ആ ചെരങ്ങയിലും എന്തിലും ഹബീബായ റസൂലുള്ളാഹി മുസ്തഫ നബിയെ കാണാം. അറിയോ ഒരു സംഭവം? അർച്ചോനെ എൻ്റെ റബ്ബേ, ഞാൻ വിട്ടുപോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ വീട്ടിൽ വന്നു റസൂലുള്ളാഹ്. ഫജലസ തഹത്ത ളില്ലി ഷജറത്തിൻ, ഒരു മരത്തിൻ്റെ ചോട്ടിൽ നബി ഇരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വീട്ടിൽ നബി വന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ റസൂലുള്ളാഹ് ഇരുന്നു. പിന്നെ കഹാന ഇബ്നു ഉമർ
യസുബ്ബുൽ മാഅ അലൈഹി കുല്ല യൗം ലിഅല്ലാ തൈബസ തബറുക്കൻ ബിറസൂലില്ലാഹ്. ഇബ്നു ഉമർ എല്ലാ ദിവസവും നേരം വെളുത്താൽ അതിനുകൊണ്ട് ഈ വെള്ളം ഒഴിക്കും. ഇതിനൊന്നും പറ്റരുത്, ഇതിൻ്റെ ചോട്ടിൽ ആര് ഇരുന്നിട്ടുണ്ട്? ഇരുന്നിട്ടുണ്ട്. അവരെ പേര് മുത്തബിഉൽ സുന്ന എന്നാണ്. പ്രഗൽഭ സ്വഹാബിയാണ് ആര്? ഇബ്നു ഉമർ. എന്തിനാണ് ഇബ്നു ഉമർ ഇതിന് വെള്ളം ഒഴിക്കുന്നത്? ഇതിൻ്റെ ചോട്ടിൽ ആര് ഇരുന്നിട്ടുണ്ട്? അപ്പം നമ്മളുള്ള കാലത്ത് തുടങ്ങാൻ പാടില്ല, നമ്മളുള്ള കാലത്ത് തുടങ്ങരുത്. കാരണം ഇതിൻ്റെ ചോട്ടിൽ ആര് ഇരുന്നിട്ടുണ്ടല്ലോ? റസൂള്ള ഇരുന്നിട്ട്. റസൂള്ള ഇരിക്കുന്ന ഒരു മരച്ചോട് കരിഞ്ഞ് കാണാൻ അയാൾക്ക് ഇഷ്ടമല്ല. അതാണടാ അതിൻ്റെ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂൽ ആ മരച്ചോട്ടിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ആ മരം ഉണങ്ങണത് കാണാൻ ഇബ്നു ഉമറിന് കഴിയൂല. ആ മരം ഇല ഇല്ലാതെ നിൽക്കുന്നത് കാണാൻ കഴിയില്ല, ആ മരം ഇല കൊഴിഞ്ഞിരിക്കണ കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ ചോട്ടിൽ ആരിരുന്നിട്ടുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിൽ മുസ്തഫ നബി തണൽ ആസ്വദിച്ചിട്ടുണ്ട്. അതിനത് ഉണങ്ങാൻ പാടില്ല. ഇതിനെന്താ പറയുക? ഇബ്നു ഉമർ കാട്ടുന്ന കണ്ടാൽ ജനങ്ങൾ പറയും അദ്ദേഹത്തിന് എന്തോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ഭ്രാന്തൻ സ്വഭാവമാണ് ഈ വിഷയത്തിൽ. ആർക്ക്? ഇബ്നു ഉമറിന്. അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്നത്ത് നടപ്പിലാക്കിയ ആള്. അപ്പം സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി ഉള്ളതാണ് സുന്നത്ത്. അതിൽ ആരെയാണ് കാണേണ്ടത്? നബിയെ കാണണം, അല്ലാതെ വഹാബി നടപ്പിലാക്കിയതല്ല. വഹാബി ആരെ കാണൂല? നബിയെ കാണും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കാണയില്ലേ? ആ കർമ്മത്തിനല്ല കണ്ട് നബിയെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ്, ഞാനത് നീട്ടി പറയുന്നില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർമ്മമാക്കിയ ഏത് കാര്യം അതില്ല ഒരു മരച്ചോട് വരെ. ഒരു യാത്രയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫദവ്വറ നാഖതുഹു, ഒട്ടകത്തിന് അന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്തെത്തിയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത്? ഒട്ടകത്തിന് ഇങ്ങനെ കറക്കി പോന്ന്. അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തിനാ കറക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു സാഫർതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നബി ഇവിടെ യാത്ര ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ഫദവ്വറ നാഖതുഹു, ഇവിടെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒട്ടകം ഒന്നിങ്ങനെ വട്ടം കറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വഴിക്ക് എത്തുമ്പോഴൊക്കെ ഒന്നിങ്ങനെ അടലുണ്ട്. എന്ത്? നബിയോടുള്ള ഒരു ഹബ്ബ്. എന്തിനാണതെന്ന് ആർക്കും അറിയാം. നബി അപ്പം എന്താ ചെയ്ത? നബി അപ്പോൾ ചെയ്തത് എന്തോ നബി അങ്ങനെ ചെയ്തില്ലേ? അള്ളാന്റെ ഹബീബ് ആരപ്പി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അസ്വഹാബ് റസൂലില്ലാഹി, അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്ത്. ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, ഹിദായത്ത് ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇഷ്ക് എന്ന മാർഗത്തിൽ എത്ര മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും മുന്നോട്ട് പോകണം. ഇഷ്കുള്ള പാട്ട് കേൾക്കുക, ഇഷ്കുള്ള വർത്താനം പറയുക, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പാട്ട് പാടുമ്പോൾ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക. അപ്പോൾ അവരെ ആരെയാണ് അവിടെ കാണുന്നത്? അടിസ്ഥാനപരമായി മുഹമ്മദ് മുസ്തഫ. ഭയങ്കര കാര്യമാണത്. ഇത് തന്നെ, ഇതാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടണം. അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അവിടേക്ക് അതിൻ്റെ ആ ഉള്ളിലേക്ക് കയറി ആ ഷൗഖ് ഹബ്ബിലേക്ക് കയറി കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഹബ്ബിലേക്ക് ഷൗഖിലേക്ക് അങ്ങോട്ട് കയറി കിട്ടിയാൽ പിന്നെ ദുനിയാവ് മുഴുവനും നമുക്ക് നിസാരമായിരിക്കും. ദുനിയാവ് അത് അവിടെ നിന്ന് നോക്കിയാലേ. ഉഹദ് യുദ്ധത്തിലേക്ക് പാഞ്ഞു വന്ന പെണ്ണിനോട് ആരോ പറഞ്ഞു ഖുതില ബിനുക്കി, നിങ്ങളെ മകനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൈഫ കാന റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു ഖുതില സൗജുക്കി, നിങ്ങളെ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൈഫ കാന റസൂലുള്ളാഹ്. അപ്പോൾ ചോദിച്ചു പിന്നെ ഖുതില അബൂക്കി, നിങ്ങളെ വാപ്പാനെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കൈഫ കാന റസൂലുള്ളാഹ്. അപ്പോൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറ്റിയിട്ടില്ല, അവിടെ ഉണ്ട്. റസൂള്ള വഫാത്തായിട്ടില്ല. റസൂള്ള എന്നെ കൊന്ന് മദീനയിൽ കേട്ടപ്പോൾ പറഞ്ഞു വന്നതാ ഈ പെണ്ണ്. അപ്പോൾ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിന് ജീവനോടുകൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകനും ഭർത്താവും ബാപ്പയും മരിച്ചാൽ എനിക്കൊന്നും വരാൻ പോണില്ല. ഈ സംഭവം രേഖപ്പെടുത്താത്ത കിതാബ് ഏതാ? ഇപ്പം ഈ പെണ്ണ് ആ സെക്കൻഡോടുകൂടെ അവിടെ വിധവയാകുകയാണ്. അതൊന്നും ആ പെണ്ണിന് എന്തല്ല, വിഷയമല്ല. ആ പെണ്ണിന് വിഷയം മുഹബ്ബത്ത് റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലാണ്. സൂറത്തുൽ മുനാഫിഖൂന ഇറങ്ങിയപ്പോൾ മുനാഫിഖീങ്ങളെ തലവൻ പറഞ്ഞ് ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, ഞങ്ങൾ മദീനയിലെത്തിയാൽ ഈ നിന്യന്മാരെ ഞങ്ങൾ പുറത്താക്കുന്ന മുഹാജിരീങ്ങളെ പറ്റി. മുഹാജിരീങ്ങളെ നേതാവാണല്ലോ റസൂലുള്ളാഹ്. അതൊക്കെ പറഞ്ഞ മദീനയ്ക്ക് ഹിജ്റ വന്നവരെ നേതാവ് ആരല്ലേ? നിന്യന്മാർ, വരുത്തന്മാർ, ഇവിടെ വന്നു കൂടിയവരെ ഞങ്ങൾ പുറത്താക്കുന്ന ആര് പറഞ്ഞ്? മുനാഫിഖീങ്ങളെ തലവൻ.
അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന മുനാഫിഖീങ്ങളുടെ തലവനെ പറഞ്ഞ് സൂറത്തുൽ മുനാഫിഖൂന ഇറങ്ങിയപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്നാണ് ചെന്നാൽ യുദ്ധത്തിന് കഴിഞ്ഞ് വരുമ്പോഴാണ് ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങണത്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ നിന്യന്മാരെ ഞങ്ങൾ പുറത്താക്കുന്നതാണ്. അപ്പോൾ മദീനയുടെ അതിർത്തിയിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. കുറച്ച് നേരം നടന്നാൽ മദീന അതിർത്തിയിലെത്തും. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ്റെ മകൻ ഓടിപ്പോയി. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മുനാഫിഖ, അദ്ദേഹത്തിൻ്റെ മകൻ ഈ സംഘത്തിലുണ്ട്. ഓടിപ്പോയിട്ട് ഫവഖഫ ഫീ സൂരിൽ മദീന, മദീനയുടെ അതിർത്തിയിൽ പോയി നിന്ന് സല്ല സൈഫഹു, വാളുകൊണ്ട് ഊരി പിടിച്ച് നിന്ന് ഓരോരുത്തരും മദീനയിലേക്ക് ഇങ്ങനെ കയറി. ഫലമ്മ ആന വഖ്തു അബീഹി, ബാപ്പാൻ്റെ ഊഴെത്തിയപ്പോൾ വാളുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്യന്മാർ, നിങ്ങളാണ് നിന്യനാണ്, റസൂലല്ല നിങ്ങളാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് വിളിച്ചു പറഞ്ഞു, എൻ്റെ മകന് പ്രാന്തായി, ഇവനെ അങ്ങനെ കണ്ടിട്ടില്ല. മറായി തുമുന്തു യോമി, ഇങ്ങനെ ഈ മനുഷ്യനെ ഈ മോനെ അക്കാലം വരെ കണ്ടിട്ടില്ല. ഇവൻ എന്താ എൻ്റെ മേൽ വാളെടുക്കുക? മിണ്ടാത്ത മകനാ, ബാപ്പ നിൽക്കണോടത്ത് മുന്നിൽ ചൂള ശ്വാസം വിടാത്ത മകനാണ് എന്ത് ചെയ്യണത്? പോയിട്ട് മദീന അതിർത്തിയിൽ നിന്നു. യോഗ്യന്മാർ നിന്യന്മാരെ പുറത്താക്കുന്നല്ലേ പറഞ്ഞത്? പുറത്താക്കുക തന്നെയാണ്. ഇതാ പുറത്താക്കണ്, നിന്യന്മാരാണ് പുറത്തോട്ട് പോകണം. അള്ളാൻ്റെ റസൂലിനെയും റസൂലിനെ കൊണ്ടുവന്ന ആളുകളെയും അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. അവർ നിന്യന്മാരല്ല, അവരാരാ? യോഗ്യന്മാരാ. നിങ്ങൾ എതിർത്ത നിങ്ങളാ നിന്യൻ. മദീനയ്ക്കാണ് കയറാൻ പറ്റില്ല. അപ്പം പറഞ്ഞു, എന്താ മോനെ നിനക്ക് പറ്റിയത്? നിങ്ങളെന്ന് നിങ്ങൾ മദീനയിൽ കയറാം, വീട്ടിൽ പിന്നല്ലേ മദീനയിൽ കയറാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കൂലാറും. അപ്പോൾ വാക്കേറ്റുണ്ടായി. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കൂല, റസൂലുള്ള പറയണം, എന്നാ സമ്മതം കൊടുക്കാറും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പോയി പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബാപ്പാക്ക് എന്നെ തടയണ്ട, ബാപ്പല്ലേ കയറിക്കോട്ടെ. അപ്പോൾ സമ്മതിച്ചു. ഈ സംഭവം ബുഖാരിയിലുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന മുനാഫിഖിൻ്റെ മകൻ അബ്ദുള്ള, ബാപ്പാൻ്റെ പേരും അബ്ദുള്ള, മകൻ്റെ പേരും അബ്ദുള്ള. മകൻ സ്വഹാബിയ, ബാപ്പ മുനാഫിഖ. എന്താണത്? ഹബ്ബ്, ഷൗക്ക്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ജറാഹിൻ്റെ തല അരിഞ്ഞെടുത്തിട്ട് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ള മുഖം തിരിച്ച്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബി മുഖം തിരിക്കരുത്, നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്. ജറാഹ് ചീത്ത പറഞ്ഞു ആരെ? റസൂലുള്ളാഹിനെ. ജറാഹ് അബൂ ഉബൈദയെ ചീത്ത പറഞ്ഞു. അബൂ ഉബൈദ യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയില്ല. അബൂ ഉബൈദയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? അബൂ ഉബൈദ മുസ്ലിമാണ്, ജറാഹ് മുശ്രിക്കുമാണ്. ബാപ്പയാണ്, ബാപ്പ ജറാഹ് മുശ്രിക്കാണ്. അപ്പം ജറാഹിനെ എന്ത് ചെയ്യണം എന്നറിയാം? അബൂ ഉബൈദയോട് യുദ്ധം ചെയ്യണം, മകനോട്. മകൻ ഒഴിഞ്ഞു മാറി ബദർ യുദ്ധത്തിൽ വെച്ചിട്ട്. അപ്പോൾ ചീത്ത അറിയാൻ തുടങ്ങി അബൂ ഉബൈദയെ. അപ്പോഴും ഇറങ്ങിയില്ല. പുളിച്ച ചീത്ത ഇങ്ങനെ വിളിച്ചു തന്നപ്പോൾ മകൻ അനങ്ങിയില്ല. ബാപ്പയല്ലേ പറഞ്ഞോട്ടെ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരെ ചീത്ത പറഞ്ഞ്? ഉമ്മാനെ ചീത്ത അറിയാൻ തുടങ്ങി. അപ്പോഴും അനങ്ങിയില്ല. ഉമ്മാനെ ചീത്ത പറഞ്ഞോട്ടെ, എനിക്ക് എന്നെ ഉമ്മയാണെങ്കിൽ ബാപ്പാക്ക് ആരുമാണ്, ഭാര്യയാണ്, ചീത്ത പറഞ്ഞോട്ടെ, മുണ്ടാതെ അവിടെ ഇരുന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജറാഹിന് മനസ്സിലായി അതുകൊണ്ടൊന്നും അബൂ ഉബൈദ ഇറങ്ങൂല. അബൂ ഉബൈദാനെ കിട്ടണം ബാപ്പാക്ക് യുദ്ധത്തിനെ, തമ്മിൽ യുദ്ധം ചെയ്യാനേ. അപ്പോൾ ഒഴിഞ്ഞു മാറിക്കാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ വാക്കിന് കാണും? റഅയ്നാ വസ്ബത അബീ ഉബൈദ, അബൂ ഉബൈദ ഒന്ന് ചാടുന്നത് ഞങ്ങൾ കണ്ടു. സുമ്മ റഅയ്നാഹു റഅസ അബീഹി ഫീ യദിഹി, പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പാൻ്റെ തലയാണ്. റളിയല്ലാഹു അൻഹു. ആ അബൂ ഉബൈദയെ പറ്റി മുത്തുനബി എന്താ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കണടാ? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ അബൂ ഉബൈദയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കണ കിടക്കയിൽ ആളെ പോയിച്ച് ആരാ അടുത്ത ഖലീഫ? അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല ആരാ, നിങ്ങൾ തിരഞ്ഞെടുത്ത ആളെ കുത്തുകൊണ്ട് കിടക്കാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ഖലീഫ ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ ലിഅന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. അബൂ ഉബൈദ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അബൂ ഉബൈദയെ ഖലീഫയാക്കും. കാരണം അബൂ ഉബൈദ ഈ സമുദായത്തിൽ ഏറ്റവും വിശ്വസ്തൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തേ?
ബാപ്പ റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ചാട്ടൻ ചാടുന്നത് ഞങ്ങൾ കണ്ടു. വക്കാന ഫി യദിഹി സൈഫുൻ, അബൂ ഉബൈദയുടെ കയ്യിൽ വാളുമുണ്ട്. സുമ്മ റഅയ്നാഹു, പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ റഅ്സ അബീഹി ഫി യദിഹി, ബാപ്പാന്റെ തലയാണ് ആരെ കയ്യിൽ? അബൂ ഉബൈദയുടെ കയ്യിൽ. കാരണം റസൂലുള്ളാഹിനെ ചീത്ത കാലണ്ടടിച്ച്. സ്വന്തം ചീത്തറ ഒരു പ്രശ്നമില്ല, ഉമ്മനെ ചീത്തറ അതും അബൂ ഉബൈദക്ക് പ്രശ്നമില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ അബൂ ഉബൈദയെ പിന്നീട് പറഞ്ഞത് അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ ആരാണ്? അബൂ ഉബൈദയാണ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദയുടെ ഖബർ ജോർദാനിലാണ്. ജോർദാൻ സർക്കാർ ഒരു ഏരിയ മുഴുവൻ കെട്ടിയിട്ട് വല്ലാത്തൊരു കൊയറ്റായ ഏരിയ. യാ പടച്ചതമ്പുരാനെ റബ്ബേ അല്ലാഹുവേ, വല്ലാത്തൊരു ഏരിയയാണ്. അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതിങ്ങോട്ട് വന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബാപ്പാൻ്റെ തല അറുത്ത സംഭവമൊക്കെ ഓർമ്മ വരും. ജോർദാനിലൊരു ഏരിയയാണ്, സാധാരണ പോകുന്ന ഏരിയയിലല്ല. അവിടെ ബസ്സിൻ്റെ ഡ്രൈവറോട് വഴക്ക് കൂടിയിട്ട് ഞാൻ ആ ഏരിയക്ക് കൊണ്ടുപോയി അള്ളാഹിൻ്റെ ഒരു തൗഫീഖ് അവിടെ എത്തി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ വല്ലാത്ത ആളാണ്. ഇനിയും കണ്ടുകൊണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ് കുട്ടികളെ, അതാണ് നമ്മളെ റൂട്ട്. വേറുള്ളവരെ നമ്മൾ നോക്കണ്ട. ഈ റൂട്ടിൽ മുഅ്മിനീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ദുനിയാവിലുള്ള എല്ലാവർക്കും മറുപടി എല്ലാം പറയൽ നമ്മളെ ബാധ്യതയല്ല. നമ്മളെ നേരെ അതിനൊന്നും വേണ്ടി ചിലവാക്കേണ്ടതുമില്ല. നമുക്ക് ഈ റൂട്ട് ഇങ്ങനെ ഇതന്നെ നമ്മളെ റൂട്ട്. ആ റൂട്ടിൽ ഈ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവർക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്തെന്നെയാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല റഅ്സി ഹാദൽ കൗനി നഅലു മുഹമ്മദിൻ. ഈ ക്ലാസ്സിൽ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകമാകെ മുഹമ്മദ് എന്ന റസൂലുള്ളാഹിയുടെ ചെരുപ്പ് വെക്കാൻ മാത്രമേ ഉള്ളൂ. ആരാ പറഞ്ഞത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഈ ലോകം ആകെ എന്തിനേ ഉള്ളൂ? ഈ ദുനിയാവിലെ എല്ലാം കൂടി ചുരുത്തി കൂട്ടിയാൽ എന്തിനേ ഉള്ളൂ? എടാ മുഹമ്മദിൻ്റെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡാക്കാനേ ഉള്ളൂ. അലാ റഅ്സി ഹാദൽ കൗനി നഅലു മുഹമ്മദിൻ. അത് എഴുതിയത് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ തള്ളിയിട്ട് മുഅ്മിനീങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുഅ്മിന് പോകാൻ കഴിയില്ല. നോണ പറഞ്ഞൊരു കയ്യിൽ നടക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ റൂട്ടിൽ തന്നെയാണ് മുഅ്മിനീങ്ങൾ പോകേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങൾ പെടുത്തട്ടെ. നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അള്ളാഹു ഈ കൊല്ലം നമ്മൾ ചെയ്ത എല്ലാ അമലും എല്ലാ മദ്ഹും സ്വീകരിക്കാൻ വേണ്ടി ഒരു യാസീൻ ഒരു ദുആ ചെയ്യുക.